നമസ്കാരം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പ്രഭാതം ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന ചില ശ്രദ്ധകൾ, അത് ചിലപ്പോൾ ഉണ്ടാകാവുന്ന സ്ട്രോക്കിനെ ഒഴിവാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഞാനൊരു മെഡിക്കൽ എക്സ്പേർട്ട് ആയതുകൊണ്ടോ ഒന്നുമല്ല. പലരുടെയും അനുഭവങ്ങൾ കേട്ടും പലരും പല കാര്യങ്ങളും പറഞ്ഞറിഞ്ഞും അതിൽ നിന്നും എനിക്കുള്ള ചില ബാക്ക്ഗ്രൗണ്ടുകളും ഒക്കെ ചേർത്ത് ഒരു 5-6 ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. പ്രഭാതത്തിൽ പ്രത്യേകിച്ച് വയസ്സ് കൂടിയവർ മിക്കവാറും പ്രഷർ ഉണ്ടാവും, രക്തം ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ, അതുകൊണ്ടുണ്ടാവാവുന്ന സ്ട്രോക്ക് വളരെ സർവ്വസാധാരണമായിട്ട് കാണാറുള്ളത് കൊണ്ട് അതിലുള്ള ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ പറയാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ നോക്കിയിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. ഡോക്ടർ TPS നിത്യശ്ലോക എന്നടിച്ചാൽ ഗൂഗിളിൽ എൻ്റെ പുസ്തകവും ഞാൻ ചൊല്ലുന്ന നിത്യശ്ലോകങ്ങളുടെ കൂട്ടത്തിൽ ഈ ശ്ലോകങ്ങളൊക്കെ കേൾക്കാം. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, വെർട്ടിക്കലായിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന പെട്ടെന്ന് ഉയരുന്നത് കൊണ്ടുണ്ടാവുന്ന അപകടം, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുക. കിടന്ന നിലയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ രക്തസമ്മർദ്ദത്തിൽ ഉണ്ടാവുന്ന വലിയ മാറ്റങ്ങളിൽ പെട്ടെന്ന് തലചുറ്റലോ ഒരു സ്ട്രോക്കോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സാധ്യതകളാണ്. അപ്പം അത് ഒഴിവാക്കാൻ പാരമ്പര്യമായിട്ട് ഭാരതീയ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്, ഇരുന്ന പൊസിഷനിൽ നിന്നും ഇരിക്കുന്ന പൊസിഷനിലേക്ക് ഇരുന്നിട്ട് കൈ കൂപ്പിയിട്ട് ഒരു നാമം ചൊല്ലുക. അത്രയും സമയം ഇരിക്കണം. അത് നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ചിന്തകളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം. കരാഗ്രേ വസത്തെ, ഏറ്റവും മോട്ടിവേറ്റിംഗ് ആണ്. കരാഗ്രേ വസതേ ലക്ഷ്മി, എൻ്റെ കാശ് എൻ്റെ കയ്യിലാണ്. കരമധ്യേ സരസ്വതി, എൻ്റെ നോളജ് എൻ്റെ കയ്യിലാണ്. കരമൂലേ സ്ഥിതാ ഗൗരി, എൻ്റെ കയ്യിൽ തന്നെയാണ് എൻ്റെ ആരോഗ്യവും. അതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്നതിന് പകരം കുറച്ച് സമയം ഇരുന്നിട്ട് ഹൈലി മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഈ ശ്ലോകം ചൊല്ലാനാണ് ഭാരതീയമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കാതെ കിടന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം എഴുന്നേൽക്കുക. ചാടി എഴുന്നേൽക്കരുത്, പ്രത്യേകിച്ചും പ്രായം വരുമ്പോൾ ചെയ്യരുത് എന്നർത്ഥം. അത് കഴിഞ്ഞിട്ടോ ഭൂമിയെ സ്പർശിച്ചിട്ട് വേണം എഴുന്നേക്കാൻ തുടക്കമെന്നാണ്. സമുദ്രവസതേ വസനേ ദേവി, പർവ്വതസ്ഥന മണ്ഡലേ മണ്ഡിതേ, വിഷ്ണുപത്നി നമസ്തുഭ്യം, പദസ്പർശം ക്ഷമസ്വമേ എന്നാണ്. മണ്ഡിതേന്നും ആവാം, മണ്ഡലേന്നും ആവാം. ഭൂമിയെ തൊട്ടിട്ട്. അപ്പം നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഉണ്ടെങ്കിൽ അത് ചുമരിലായാലും മതി. ചുമരിൽ തൊടുന്ന സമയത്ത് നമ്മളിലുള്ള സ്റ്റാറ്റിക് എനർജി എർത്ത് ചെയ്യപ്പെടും. അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഷോക്ക് ഉണ്ടാവില്ല, ഒരു ബ്രേക്ക് ഉണ്ടാവില്ല. പെട്ടെന്നുണ്ടാവുന്ന ഇലക്ട്രിസിറ്റി ബ്രേക്ക് പോലെ സഡൻ സ്റ്റോപ്പ് ഉണ്ടാവാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പൂർവികന്മാർ ഇത് പഠിപ്പിച്ചിട്ടുണ്ടാവുക തോന്നുന്നു. അപ്പൊ ഇത് 2 കാര്യങ്ങൾ. ഇത് ചെയ്യാൻ, ഈ ശ്ലോകങ്ങൾ പാരായണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് പാരായണം ചെയ്തുവോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് സമയം പതുക്കെ എഴുന്നേൽക്കുകയാണ് നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന ചില പഴയ തത്വങ്ങളാവാൻ സാധ്യതയുണ്ട്. ഇനി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ വേണമെങ്കിൽ ബ്രഷിംഗ് ആവാം, ബ്രഷിംഗ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രാത്രി ബ്രഷ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം കുടിക്കാൻ പറയാം. കാരണം നിദ്രയിൽ, ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ ലെവല് വല്ലാണ്ട് കുറയും. അതുകൊണ്ട് രക്തം കുറച്ച് കട്ടിയാവാൻ സാധ്യതയുണ്ട്. അതിന് പരിഹാരമായി രാവിലെ എഴുന്നേറ്റ് തുടങ്ങുന്നത് ചായ, കാപ്പി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ശുദ്ധമായ വെള്ളം, അത് രക്തത്തിൻ്റെ ഒരു ഡയലൂഷനും രക്തചർമ്മണം കുറച്ച് ഈസി ആവാനും പ്രഷറിൻ്റെ കൺട്രോളിനും ഒക്കെ നല്ല പോലെ സഹായിക്കും.
അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പലരും ചായയും കാപ്പിയാണ്, അതിന് പകരം 2-3 ഗ്ലാസ് കുടിക്കാൻ പറ്റുന്നത്ര, പതിവില്ലെങ്കിൽ 1 ഗ്ലാസ്സിലോ 1/2 ഗ്ലാസ്സിലോ ഒക്കെ തുടങ്ങുക, പതുക്കെ പതുക്കെ കൂട്ടുക. ഞാനൊക്കെ ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിക്കും. ഒരു ഫ്ലാസ്ക് എപ്പോഴും അടുത്തുണ്ടാവും, അത് ഫുൾ. എനിക്ക് തണുത്ത വെള്ളമാണ് ഇഷ്ടം, പക്ഷെ സാധാരണഗതിയിൽ നമ്മുടെ ശരീരവുമായിട്ട് ഉൾക്കൊള്ളാവുന്ന തണുപ്പും ചൂടും ഒന്നും തോന്നാത്ത സാധാരണ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ കഴിവുകളും പെട്ടെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തണുപ്പ് കൂടുതലോ കുറച്ച് ചൂട് കൂടുതലോ ആയ വലിയ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ടാണ് ഇല്ലാത്തത്. ശരീരം ഇതൊക്കെ പെട്ടെന്ന് തന്നെ അഡാപ്റ്റബിൾ ആണ്. രാവിലെയുള്ള ഭക്ഷണത്തിൽ 3-ാമത്തെ പോയിന്റാണ് പറയുന്നത്. രാവിലെയുള്ള ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറക്കുക. കാരണം ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപ്പുള്ള ഭക്ഷണം ഒഴിവാക്കണം എന്നില്ല, കുറച്ചാലെങ്കിലും മതി. കാൽസ്യം, പൊട്ടാസ്യം, മാഗ്നീഷ്യം ഇത് കൂടുതൽ ഉള്ള ഭക്ഷണമാണ് കുറച്ചും കൂടി നോക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കണം പലരും. 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോഫിൻ കുറെ കൂടുതലുള്ളത് ഒഴിവാക്കുക. രാത്രി ഉറക്കുന്ന സമയത്ത് കുറേ ദാഹം ഉണ്ടാവുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വയറ്റിൽ കാപ്പി, ചായ കുടിക്കുന്നത് സാധാരണഗതിയിൽ രക്തസമ്മർദ്ദം കൂട്ടാനും ഒക്കെ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ വെള്ളം കുടിക്കണം എന്ന് നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കാപ്പി, ചായ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പറ്റുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ കുടിക്കായിരിക്കും നല്ലത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തേണ്ട കാര്യമില്ല, പക്ഷെ അതിനു മുമ്പ് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നല്ലപോലെ കൂട്ടണം. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് തലചുറ്റലോ ക്ഷീണോ ഒക്കെ തോന്നുന്നുണ്ടെന്ന് വിചാരിക്കാം, അല്ല ബലക്കുറവോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു ട്രാൻസിറ്റ് അറ്റാക്കിനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതിന് ചെയ്യേണ്ടത്, വലിയ പ്രശ്നമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അതല്ലാതെ അത് ഇഗ്നോർ ചെയ്തിട്ട് ഡോക്ടറെ കാണാതിരിക്കരുത്. നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. തലയ്ക്ക് തലചുറ്റലോ അല്ലെങ്കിൽ ക്ഷീണമോ അല്ലെങ്കിൽ തലവേദനയോ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി BP മരുന്ന് കഴിക്കുന്നവരുണ്ടെന്ന് വിചാരിക്കാം. അത് സാധാരണഗതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി എങ്കിലും പെട്ടെന്ന് നിർത്തുകയോ പെട്ടെന്ന് കൂട്ടുകയോ ചെയ്യുന്നതിന് പകരം ഡോസേജ് കുറച്ചിട്ടാണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇതിനേക്കാളും പ്രാധാന്യമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, മിക്കവാറും രാത്രി ഇടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും മൂത്രാശയം നിറഞ്ഞു കിടക്കുമ്പോൾ ശരീരത്തിന് വല്ലാതെ സമ്മർദ്ദം, പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. അത് കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ കെമിക്കൽസ് ശരീരത്തിൽ ഉണ്ടാക്കാനും ഹൃദയത്തിന് ആഘാതം വരുത്താനും അതുമൂലം സ്ട്രോക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂത്രമൊഴിക്കാൻ പോകാൻ തോന്നുകയാണെങ്കിൽ യൂറിനേഷൻ വളരെ അത്യാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യുകയും, ചിലപ്പോൾ ഷുഗർ ഉള്ളത് കൊണ്ട് മൂത്രമൊഴിക്കാൻ പോകാൻ തോന്നും പക്ഷെ ചെയ്യില്ല. അപ്പോൾ ആ സമയത്താണ് എഴുന്നേറ്റിട്ട് പുറത്തു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തലചുറ്റലും, അത് ചിലപ്പോൾ പ്രഷർ കൂട്ടാനും ചിലപ്പോൾ അത് സ്ട്രോക്ക് ആവാനും, അങ്ങനെ ഇരുന്നു വീണു ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയേയില്ല ഇതുകൊണ്ടാണെന്ന്. കൃത്യമായിട്ട് സ്കാനിങ് ഒക്കെ നടത്തി ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അത് സ്ട്രോക്ക് അല്ല, അത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്നൊക്കെ വിലയിരുത്തേണ്ട അത്യാവശ്യമാണ്. ഇനി അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിട്ട് മൂത്രമൊഴിക്കാൻ പോവാം. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള, നമ്മൾ പകൽ നല്ലപോലെ വെള്ളം കുടിക്കുകയും ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുകയും ചെയ്യുന്നുണ്ടാവും. രാത്രി ഇതിൻ്റെ ഡ്യൂറേഷൻ വളരെ കൂടുതലാകുമ്പോൾ സാധാരണ മടി, വയ്യാന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് പോവാം, അങ്ങനെ വേണ്ട. അതിനേക്കാളും ഭേദം തോന്നുന്ന സമയത്ത് പോവുകയാണ് നല്ലത്. അതൊരു 4 മണിക്കൂർ ഇടപെട്ടിട്ട് പോകേണ്ടി വന്നാലും ഉറക്കം കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും അത് ശീലമായാൽ വന്ന് കിടന്ന് ഉറങ്ങാനും പറ്റും. അപ്പോൾ ഇത്തരം ഒരു വൈരുദ്ധ്യപൂർണമായ പ്രഭാത ശീലങ്ങൾ ഉള്ള 60-ാം വയസ്സിൽ മുകളിലുള്ളവർ പലർക്കും സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ളതിൽ ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ, ഒരു പൂർവ്വജാഗ്രത എന്നൊക്കെ നമ്മൾ പറയും, ശാരീരികമായും മാനസികവുമായിട്ടുള്ള സമത്വം പാലിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഡിപ്രസിംഗ് ആയിട്ടുള്ള ടെൻഷൻ വരുത്തുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരുന്നാൽ കുറേയൊക്കെ ബോധപൂർവം നമുക്ക് നമ്മളായിട്ട് അസുഖങ്ങൾ വരുത്താതിരുന്നാൽ ബാക്കി ബന്ധുജനങ്ങൾക്കും നമ്മൾക്കും ഒക്കെ ഗുണമുള്ളതാവും എന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. നന്ദി, നമസ്കാരം.